പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹർഷിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണവുമായി ബന്ധിച്ചുകൊണ്ട് നമുക്കിന്നൊരു സൈക്കോളജി തിയറി നോക്കാം. അറ്റാച്ച്മെൻറ്റ് വേഴ്സ് അക്സെപ്റ്റൻസ് എന്നാണ് ആ തിയറിയുടെ പേര്. അറ്റാച്ച്മെൻറ്റ് നമുക്കറിയാം, എന്തെങ്കിലും ഒരു സാധനത്തിനോടോ ഒരു വ്യക്തിയോടോ ഒരു ബന്ധത്തോടോ ഒക്കെയുള്ള നമ്മുടെ അടുപ്പം തന്നെയാണ്, വൈകാരികമായ അടുപ്പമായിരിക്കും അത്. ഒരു കാരണവശാലും അത് നമ്മളിൽ നിന്ന് വിട്ടുപോകരുതെന്ന് നമ്മൾ എപ്പോഴും ശാഠ്യം പിടിക്കാറുണ്ട്. ഒരുപക്ഷെ അത് വിട്ടുപോയാലോ നമുക്കൊരിക്കലും താങ്ങാനാവാത്ത ദുഃഖം ചിലപ്പോൾ അത് സമ്മാനിച്ചെന്നുമിരിക്കും. ആ സാധനമോ വ്യക്തിയുമായോ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരുപക്ഷേ നമ്മൾ ഹോമിച്ചേക്കാം. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് മഹാബലിയെക്കുറിച്ച് നോക്കാം. മഹാബലിയാകട്ടെ തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം തന്നെയും വർത്തമാനകാലത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വാമനൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകുവാനായിട്ട് തയ്യാറായി. അത് നൽകിക്കഴിഞ്ഞിട്ട് അവസാനം തൻ്റെ ജീവിതം തന്നെ അദ്ദേഹം നൽകുകയുണ്ടായി. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും അദ്ദേഹം ദുഃഖിച്ചില്ല. കാരണം പ്രിയപ്പെട്ടതെല്ലാം തന്നെയും ഒരു നാൾ നമ്മളെ വിട്ടു പോകുമെന്നുള്ള പരമമായ സത്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തിയെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലെ പാതാളത്തിൽ നിന്ന് പോയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. ചിലത് പോകും, ചിലതുണ്ടാകും, ചിലതൊരിക്കലും നമ്മളെ തേടി വരണമെന്നില്ല. ഈ ഓണത്തിന് തന്നെ നമുക്ക് നോക്കാം, നമ്മുടെ പല ബന്ധങ്ങളിലും ഇന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ വളരെയധികം നമ്മൾ സന്തോഷിച്ചിരുന്ന ബന്ധങ്ങൾ ഇന്ന് കൂടെ ഉണ്ടാകണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിൻ്റെ സത്യം എന്താണോ ആ സത്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് പരാജയമല്ല. ഓർക്കുക, നഷ്ടങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു സത്യം കൂടി തന്നെയാണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഒരു ബലമാണ്. അത് നമുക്ക് നൽകുന്ന ബലമെന്ന് പറയുന്നത് വളരെ വളരെ ഒരു മഹത്തായ ഒന്നാണ്. ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ അറ്റാച്ച്മെൻറ്റ് വേഴ്സസ് അക്സെപ്റ്റൻസ് എന്നാൽ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം കൂടെ വേണമെന്നുള്ള വാശി നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് എന്താണോ നമുക്കുണ്ടാവുന്നത് അതിനെ നമുക്ക് സ്വീകരിക്കാം. ഒരുപക്ഷെ അടുത്ത ഓണത്തിന് അത് ഉണ്ടാകണമെന്നോ എന്നൊന്നും നമ്മൾ ശാഠ്യം പിടിക്കരുത്. ഇന്ന് ഈ സമയത്തിൻ്റെ സത്യം എന്താണെന്നോ അത് മാത്രം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്നേക്കുമായിട്ടുള്ള ഒരു ശാന്തിയും സമാധാനവും ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഓണത്തിൻ്റെ സന്തോഷം എല്ലാവരിലും എത്തിച്ചേരട്ടെ.